നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഓണാശംസകൾ മാത്രമല്ല, ഇത്തവണ മലയാളികളോടൊപ്പം തന്നെ ഓണം ആഘോഷിച്ചിരിക്കുകയാണ് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ. സെറ്റ് സാരിയും മുണ്ടും ഉടുത്തു നിൽക്കുന്ന മലയാളികൾക്കൊപ്പം പൂക്കളത്തിന് പിന്നിൽ നിൽക്കുന്ന ഷെയ്ഖ് ഹംദാന്റെ ചിത്രം അദ്ദേഹത്തിന്റെ ടീമിലെ തന്നെ മലയാളികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. നിമിഷ നേരം കൊണ്ടാണ് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായത്. മലയാളികൾക്കൊപ്പം അദ്ദേഹം നിൽക്കുന്ന ഈ ചിത്രം വളരെ മനോഹരമാണെന്നാണ് ഇതിന് താഴെയുള്ള കമന്റുകൾ. UK-യിൽ അവധി ആഘോഷിക്കുന്നതിന് ഇടയിലാണ് അദ്ദേഹം ഓണാഘോഷത്തിന്റെ ഭാഗമായതെന്ന് അറിയാൻ കഴിയുന്നു. ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് ഷെയ്ഖ് ഹംദാൻ നേരത്തെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ആശംസകൾ നേർന്നിരുന്നു. വാഴയിലയിൽ വിളമ്പിയ ഓണസദ്യയുടെ ഫോട്ടോയോടൊപ്പമാണ് ഹാപ്പി ഓണം എന്ന കുറിപ്പ് സഹിതം ഷെയ്ഖ് ഹംദാൻ പോസ്റ്റ് ചെയ്തത്. സാമൂഹിക മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിലൂടെ അദ്ദേഹത്തിന്റെ ആശംസ മലയാളികൾ എല്ലാവരും ഏറ്റെടുത്തു. മലയാളികൾക്ക് പ്രിയപ്പെട്ട 27 ഇനങ്ങളുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യയുടെ ചിത്രമാണ് ദുബായ് കിരീടാവകാശി പോസ്റ്റ് ചെയ്തത്. ചോറ്, വാഴപ്പഴം, ചിപ്സ്, ശർക്കര വരട്ടി, ഉപ്പ്, പപ്പടമടക്കം ഈ സദ്യയിലുണ്ട്. ഇപ്പോൾ UK-യിലെ അവധിക്കാലം ആഘോഷിക്കുകയാണ് ഷെയ്ഖ് ഹംദാൻ. അദ്ദേഹത്തിന്റെ ഓണാശംസകൾ പ്രവാസി മലയാളികൾക്കും വളരെ സന്തോഷം നൽകി. ദുബായിലെ മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും എല്ലാ ആഘോഷങ്ങൾക്കും ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഒപ്പം നിൽക്കാറുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും കഴിഞ്ഞ ദിവസം മലയാളികൾ ഗംഭീരമായി തന്നെ ഓണം ആഘോഷിച്ചു. ഗൾഫിൽ ഒരു ദിവസം കൊണ്ട് ഓണം അവസാനിക്കുന്നില്ല. ആഘോഷ പരിപാടികളും സദ്യവട്ടങ്ങളും ഒക്കെയായി ക്രിസ്മസ് വരെ ഇത് നീളും. വിദേശികളടക്കം മലയാളികളുടെ തനതായ ആഘോഷത്തിന്റെ ആരാധകരാണ്. മലയാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ലേബർ ക്യാമ്പുകളിലും മറ്റും ഓണാഘോഷമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പൂക്കള മത്സരം, പുലികളി, തിരുവാതിര, ഘോഷയാത്ര തുടങ്ങിയവയും അരങ്ങേറും. ദുബായിലെ റെസ്റ്റോറന്റുകൾക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓണസദ്യ കഴിക്കാൻ മലയാളികളുടെ നീണ്ട നിരയുണ്ടായിരുന്നു. ഇനിയുള്ള ഏതാനും ദിവസങ്ങളിലുമെല്ലാം റെസ്റ്റോറന്റുകൾ സദ്യ തയ്യാറാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പച്ചക്കറികളുടെ വിലക്കയറ്റം മൂലം ഓണസദ്യയ്ക്ക് വില കൂടിയെങ്കിലും ഇത്തവണയും ഓർഡറുകൾക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് റെസ്റ്റോറന്റ് ജീവനക്കാരും ഉടമകളും ഒക്കെ പറയുന്നത്. ഗൾഫിലെ ഓണാഘോഷങ്ങൾക്കായി മാത്രം കേരളത്തിൽ നിന്ന് 6200 ടണ്ണിലധികം പഴം, പച്ചക്കറികൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കകം കയറ്റുമതി ചെയ്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.